നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല. പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ജന്മം കൊണ്ട് തമിഴ്നാടാണെങ്കിലും 20 വർഷത്തിലേറെയായി കേരളത്തിലാണ് സ്ഥിരതാമസം. സിനിമയിൽ സജീവമല്ലെങ്കിലും വിവാദപരമായ വിഷയങ്ങളിൽ ഇടപെട്ടും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചും വ്യക്തിജീവിതത്തിലുണ്ടായ സംഭവങ്ങളുടെ പേരിലും നടൻ എന്നും മീഡിയയിൽ വൈറലാണ്. അടുത്തിടെയായിരുന്നു നടൻ 4ാമത് വിവാഹിതനായത്. അമ്മാവന്റെ മകളായ കോകിലയായിരുന്നു വധു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്റെ വിവാഹവും ഭാര്യ കോകിലയുടെ വിശേഷങ്ങളുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അടുത്തിടെയാണ് ഇരുവരും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. വിവാദങ്ങളൊന്നുമില്ല, എല്ലാം പോസിറ്റീവ് നിറയ്ക്കാനാണ് ഇപ്പോഴത്തെ ആഗ്രഹം. കുറച്ചു നാളായി ഞങ്ങൾ വളരെ സമാധാനത്തിലാണ് ജീവിച്ചു പോകുന്നത്. അത്രയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ് വൈക്കത്തെ ഞങ്ങളുടെ വീട്. ഈ സന്തോഷവും സമാധാനവും നിലനിൽക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങളുടെ വിഷമഘട്ടം മാറിയെന്നും ബാല പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്ത അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബാല. ഭാര്യ കോകിലയ്ക്ക് ലോട്ടറി അടിച്ച സന്തോഷമാണ് ബാല പങ്കുവച്ചത്. 49, 35 എന്ന നമ്പർ വരുന്ന കാരുണ്യ ലോട്ടറി ടിക്കറ്റുകൾക്കാണ് സമ്മാനം ലഭിച്ചതെന്നും ആദ്യമായാണ് ലോട്ടറി അടിക്കുന്നതെന്നും ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. 25,000 രൂപയാണ് സമ്മാനമായി ലഭിച്ചതെന്നും ഒരുപാട് സന്തോഷമുണ്ടെന്നും ബാല കൂട്ടിച്ചേർക്കുന്നു. ആദ്യത്തെ തവണ എന്റെ ഭാഗ്യം, നമ്മുടെ ഭാഗ്യം, ദൈവത്തിന്റെ അനുഗ്രഹം എന്നാണ് ബാല വീഡിയോയ്ക്കൊപ്പം കുറിച്ചത്. ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണിതെന്ന് കോകിലയും വീഡിയോയിൽ പറയുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യൂ എന്ന് പറഞ്ഞ് ബാല പണം കോകിലയ്ക്ക് കൈമാറുന്നതും വീഡിയോയിൽ കാണാം. ആർക്കെങ്കിലും നല്ലത് ചെയ്യാൻ പറഞ്ഞ ബാലയുടെ മനസ്സിനെ അഭിനന്ദിച്ച് നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിലെ പേരുകേട്ട സിനിമാ കുടുംബത്തിലെ ഇളം തലമുറക്കാരനാണ് നടൻ ബാല. അരുണാചലം സ്റ്റുഡിയോസ് എന്ന പേര് കേട്ടിട്ടില്ലാത്ത സിനിമാക്കാർ തെന്നിന്ത്യയിൽ കുറവായിരിക്കും. അച്ഛനും ജ്യേഷ്ഠനുമെല്ലാം തമിഴ് സിനിമയിൽ ചുവടുറപ്പിച്ചപ്പോൾ ബാലയുടെ ശുക്രദശ തെളിഞ്ഞത് മലയാള സിനിമയിൽ അരങ്ങേറിയ ശേഷമാണ്. 19 വർഷമായി മലയാള സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബാല ആദ്യം ചെയ്ത സിനിമ കളഭമാണ്. നായകനായും വില്ലനായും സഹനടനായും ഒരു സമയത്ത് മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന നടന്റെ കരിയറിന് മങ്ങൽ സംഭവിച്ചു തുടങ്ങിയത് വ്യക്തിജീവിതവുമായി ബന്ധപ്പെടുത്തി വിവാദങ്ങൾ വന്നതോടെയാണ്. മാത്രമല്ല, താൻ കോടികൾ ആസ്തിയുള്ള താരമാണെന്ന് പലപ്പോഴും നടൻ പറഞ്ഞിട്ടുണ്ട്. സിനിമാ പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒരിക്കൽ പ്രതികരിച്ചതോടെയാണ് നടന്റെ ആസ്തി ചർച്ചയായതും ട്രോളായതും. കൃത്യമായി സിനിമ പോലും ഇല്ലാത്ത ബാലയ്ക്ക് എങ്ങനെ കോടികൾ ആസ്തി ഉണ്ടാകുമെന്ന സംശയം പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു. തന്റെ മാസ വരുമാനത്തെക്കുറിച്ചും ആസ്തിയെക്കുറിച്ചും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ബാലയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എല്ലാവരും ആസ്തി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്ഥലമെല്ലാം പോക്കറ്റിലിട്ട് കൊണ്ടുവരികയല്ലോ. സിനിമയില്ലെങ്കിലും എനിക്ക് മാസ വരുമാനമുണ്ട്, വാടക ലഭിക്കുന്നുണ്ട്, എനിക്ക് സ്റ്റുഡിയോയും ഗോഡൌണുമുണ്ട്, വീടുണ്ട്. അതുപോലെ വലിയ ചിലവ് എനിക്കും കോകിലയ്ക്കുമില്ല. ഒരുപാട് ആവശ്യങ്ങളും വരാറില്ല. ഇത്തരത്തിൽ എനിക്ക് വരുന്ന വരുമാനത്തിൽ നിന്നും ഒത്തിരി കാശെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്, സഹായിക്കാറുമുണ്ട്. അതെന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ കള്ളം പറയുന്നതല്ല. എന്റെ തിരിച്ചുവരവിന് ഈ ആളുകളുടെ പ്രാർത്ഥനയും ഗുണം ചെയ്തിട്ടുണ്ടാകും. കർമ്മ എന്നതുണ്ടല്ലോ. കർമ്മ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമല്ലേ? അത് ജയിക്കും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ സൂപ്പർ ഹാപ്പിയാണ്. അതുപോലെ എന്നെ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഹാപ്പിയായിരിക്കണം എന്നാണ്. അത് പറയാനുള്ള മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടുണ്ട്. അല്ലാതെ എല്ലാ ആഴ്ചയും പുതിയ പുതിയ കേസ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഒന്നും നടക്കാൻ പോകുന്നില്ല. എത്ര കള്ളക്കേസുകൾ കൊടുക്കും? ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കെന്നാണ് ബാല പറഞ്ഞത്. കൊച്ചിയിൽ താമസിച്ചിരുന്ന കാലത്ത് നിർധനരായ രോഗികളെയും വിദ്യാർത്ഥികളെയും ചില സിനിമാ താരങ്ങളെയും നടൻ സഹായിച്ചിരുന്നു. ആ സമയത്ത് നടൻ ധനസഹായം ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും അന്ന് പ്രചരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം അവസാനമാണ് മാമന്റെ മകളായ കോകിലയെ ബാല വിവാഹം ചെയ്തത്. നടന്റെ 4ാം വിവാഹമായിരുന്നു. ശേഷം കൊച്ചി ഉപേക്ഷിച്ച് വൈക്കത്ത് കായലോരത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങി അവിടെയാണ് ബാലയും കോകിലയും താമസം. ഇടയ്ക്കിടെ ഇരുവരും തമിഴ്നാട്ടിലും പോകും. കോകില വന്ന ശേഷം ജീവിതം അടിമുടി മാറിയെന്നും സമാധാനവും സന്തോഷവും നിറഞ്ഞതാണ് തന്റെ ജീവിതമെന്നും ബാല പറഞ്ഞിരുന്നു. യൂട്യൂബ് ചാനൽ വഴിയും ഇരുവരും വിശേഷങ്ങൾ പങ്കിടാറുണ്ട്. തന്റെ ബിസിനസ് എല്ലാം കഴിഞ്ഞ കുറച്ച് നാളുകളായി വിജയമാണെന്നും നടൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അടുത്തിടെയും കോകിലയെ കുറിച്ച് നടൻ പറഞ്ഞിരുന്നു. അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും. ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും. ഞാൻ എന്നും രാജാവായിരിക്കും. എന്റെ കൂടെയുള്ളവരും രാജാവായിരിക്കും. ഞാൻ രാജാവായാൽ ഇവൾ എന്റെ റാണിയാണ്. അന്ന് ഭാര്യയുടെ പ്രായം എത്രയാണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ഞാൻ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നാണ് ബാല പറഞ്ഞത്. എനിക്കിപ്പോൾ 42 വയസ്സായി. ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. കാശും പണവും ഒക്കെ പോയി വന്നുകൊണ്ടിരിക്കും. ഞാൻ മരണത്തിന്റെ അരികിൽ പോയി തിരികെ വന്നതാണ്. ദൈവമുണ്ട്. കോകിലയ്ക്ക് 24 വയസ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കളിയാക്കാമെന്നും ബാല പറഞ്ഞിരുന്നു. മാത്രമല്ല, എന്റെ മാമന്റെ മകളാണ് കോകില. പക്ഷേ അത് ഏത് തരത്തിലുള്ള റിലേഷനാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആസ്തിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട്.
കുടുംബമുണ്ട്. കോകിലയും ചെറിയ ആളല്ല, വലിയ കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ കോകിലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് കോകിലയുടെ അച്ഛന്റെ ആഗ്രഹമാണ്. കോകിലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളാണെന്നും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞിരുന്നു. തന്റെ അമ്മാവന്റെ മകളാണ് കോകിലയെന്ന് ബാല പറഞ്ഞിരുന്നു. എന്നാൽ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കോകിലയുടെ വീട്ടുകാരൊന്നും വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നായി അന്ന് പലരും ഉയർത്തിയ ചോദ്യം. മാത്രമല്ല, കോകിലയുടെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കൂടുതൽ പ്രതികരിക്കാൻ പോലും ഇതുവരെ ബാല തയ്യാറായിട്ടില്ല. ഇതോടെ കോകില ഒരു ദരിദ്ര കുടുംബത്തിലെ കുട്ടിയാണെന്ന തരത്തിലും പ്രചാരണം നടന്നു. കോകിലയുടെ പിതാവ് എനിക്കും പിതാവാണ്. അദ്ദേഹത്തിന് നല്ല വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായം ഞാൻ ബഹുമാനിക്കണം. അദ്ദേഹം എന്നെ മകനെ പോലെയാണ് കാണുന്നത്. കോകിലയ്ക്ക് 600 കോടി സ്വത്തുണ്ടെന്നൊക്കെ വാർത്ത കണ്ടു. അവളെ ദരിദ്രമുള്ള കുടുംബത്തിൽ നിന്നാണെന്നാണ് ചിലർ പറയുന്നത്. ഇനി ദരിദ്രവാസി എന്ന് പറയുന്നെങ്കിൽ പറയട്ടെ, പ്രശ്നമില്ല എന്നും നടൻ പറഞ്ഞു. ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ കോകിലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് കോകിലയുടെ അച്ഛന്റെ ആഗ്രഹമാണ്. കോകിലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നയാളാണ്. 17 വയസ്സ് മുതൽ ഞാൻ സന്നദ്ധ പ്രവർത്തനങ്ങളും ദാനധർമ്മവും ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ കോകിലയെ ഒപ്പം കൂട്ടാറുണ്ടായിരുന്നു. അമൃത ആശുപത്രിയിൽ ഓപ്പറേഷന് ശേഷം 10 ദിവസം ഞാൻ വളരെ സീരിയസ് ആയി കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് കോകിലയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയത്. ഒരു പുരുഷൻ മുന്നോട്ട് പോകണമെങ്കിൽ ശക്തിയായ ഒരു സ്ത്രീ ഒപ്പം വേണം. എന്റെ ജീവിതം അറിഞ്ഞാൽ സിനിമ പോലും തോറ്റുപോകും. കോകില വന്ന ശേഷം അമ്മയെയും ഭാര്യയെയും സുഹൃത്തിനെയും മകളെയും എല്ലാം കിട്ടിയെന്നാണ് ബാല പറഞ്ഞത്. കൊച്ചിയിൽ വീട് വാങ്ങി താമസിക്കുകയായിരുന്നു ബാല. വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. അടുത്തിടെ നടൻ ഇവിടെ നിന്നും താമസം മാറിയിരുന്നു. വൈക്കത്തേക്കാണ് ബാല താമസം മാറിയത്. ബാലയുടെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തിരുന്നു. പിന്നാലെ വൈക്കത്ത് ഒരു അങ്കണവാടിയും നടൻ പുനരുദ്ധാരണം ചെയ്തിരുന്നു. അങ്കണവാടി അധികാരികൾ തന്നെ സമീപിച്ചപ്പോൾ പണിത് നൽകാമെന്ന് വാക്കു പറഞ്ഞിരുന്നു എന്നാണ് ബാല പറയുന്നത്. വൈക്കത്ത് സ്കൂൾ നിർമ്മിക്കും, രോഗികളെ പരിചരിക്കും എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുമെന്ന് ബാല നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് അങ്കണവാടി പുനരുദ്ധാരണം ചെയ്തത്. കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കാൻ തങ്ങളാൽ കഴിയുന്നത് ചെയ്തു നൽകണമെന്നായിരുന്നു കോകില തന്നോട് പറഞ്ഞത്. ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം കൂടിയാണിതെന്നാണ് ബാല പറയുന്നത്. വൈക്കത്തപ്പന്റെ ഭക്തയാണ് ബാലയുടെ ഭാര്യ കോകില. ഇവിടേക്ക് തന്നെ താമസം മാറിയതിൽ ഇങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടെന്നും ബാല വ്യക്തമാക്കിയിരുന്നു. കോകിലയുമായുള്ള വിവാഹശേഷമായിരുന്നു നടൻ വൈക്കത്തേക്ക് താമസം മാറ്റിയത്. കൊച്ചിയിലായിരുന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ബാല നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. കോകില എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൾക്ക് പല സംശയങ്ങളും പേടിയും ഉണ്ടായിരുന്നു. വൈക്കത്ത് വന്നപ്പോൾ അതെല്ലാം മാറി. വൈക്കത്തേക്ക് ആരെയും ക്ഷണിക്കുന്നില്ല. ഈ ലോകം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗ്രാമപ്രദേശമാണ്, സിറ്റി ബഹളമൊന്നുമില്ല. ഇവിടെ ഞാൻ സ്കൂൾ കെട്ടുന്നു, രോഗികളെ സഹായിക്കുന്നു, കുടുംബശ്രീ ആളുകളെ സഹായിക്കുന്നു. നമ്മൾ ഏത് ഭൂമിയിൽ കാൽ ചവിട്ടിയാലും അത് നല്ലതായിരിക്കണമെന്നും ബാല പറഞ്ഞിരുന്നു. ഞാൻ ഇവിടെയും എല്ലാവർക്കും സഹായം ചെയ്യുന്നു. സ്കൂൾ കെട്ടാൻ പോകുന്നു, ഒരാളുടെ ഹാർട്ട് ഓപ്പറേഷന് സഹായം ചെയ്യാൻ പോകുന്നു, ക്യാൻസർ പേഷ്യന്റിനെ സഹായിക്കുന്നു, കുടുംബശ്രീക്ക് സഹായം ചെയ്യുന്നു. ഞാൻ ഏത് ഭൂമിയിൽ കാൽ ചവിട്ടിയാലും അവിടെ നന്നാകണം, എനിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ നല്ലവനാണ്, ഒരുപാട് നല്ലവനല്ലെങ്കിലും ഞാൻ നല്ലവൻ തന്നെയാണ്. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. അത് ആരോടും ഞാൻ ചോദിച്ചിട്ടുമില്ല. ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ, ആരെയും ദ്രോഹിച്ചിട്ടില്ല. എന്റെ വിഷമം കൊണ്ടാണ് കൊച്ചിയിലെ വീട് കൊടുത്തത് ഇങ്ങോട്ടേക്ക് ഗ്രാമ അന്തരീക്ഷത്തിലേക്ക് വന്നതും. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും എന്റെ സഹായം തേടി ആളുകൾ വരുന്നുണ്ട്. കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോഹരമായ ഒരു വീടാണ് ബാലയും കോകിലയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. വീടിന്റെ ഡ്രോൺ ഷോട്ട് അടക്കമുള്ള വീഡിയോയാണ് ബാല പങ്കുവച്ചിരുന്നത്. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. എന്തു തന്നെ ആയാലും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും. മരിച്ച ഒരാൾക്ക് ജീവൻ നൽകാൻ ദൈവം തീരുമാനിച്ചാൽ എല്ലാ പോരാട്ടങ്ങളിലും അവനെ സംരക്ഷിക്കാനും അവനറിയാമെന്നാണ് നടൻ പറഞ്ഞിരുന്നത്.